ഇടതുമുന്നണിയിൽ തുടരുമെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിട്ടും രാഷ്ട്രീയ ചർച്ചകൾ അവസാനിക്കുന്നില്ല. 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ KPCC അധ്യക്ഷൻ നടത്തിയ പരാമർശങ്ങളാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിവെച്ചത്. കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടും UDF പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്ന സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ നിലപാട് സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് UDF പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. അതിനോട് പ്രതികരിക്കുന്നത് പോസിറ്റീവാണെന്നവരിൽ പോസിറ്റീവായി. വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. നാളെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, തുറന്നിട്ട വാതിലിലൂടെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണിയിലേക്ക് വരുമെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. അവരുടെ പ്രതികരണങ്ങളിൽ അതുണ്ട്. നാളത്തെ യോഗം ഈ KPCC അധ്യക്ഷന്റെ വാക്കുകളൊക്കെ കണക്കിലെടുത്താൽ കേരള കോൺഗ്രസിന്റെ നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കുറെ കൂടി നിർണായകമാണ്. നമ്മൾ ജോസ് കെ മാണി പറഞ്ഞതിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, തീർച്ചയായിട്ടും ജോസ് കെ മാണി പറഞ്ഞതിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന്റെ അണികളിൽ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ ഒരു വിഭാഗം UDF-നൊപ്പം ചേരണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു പരാജയം അല്ലെങ്കിൽ ആ സീറ്റുകൾ അധികം ലഭിക്കാതിരുന്നത് LDF-ൽ നിൽക്കുന്നത് കൊണ്ടാണ് മുന്നണി മാറണമെന്നൊരാഗ്രഹം ഈ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മന്ത്രിയും MLA-മാരുടെയും നിലപാടുകളിലുണ്ടായ ഒരു ഭിന്നാഭിപ്രായമാണ്. അത് ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് വലിയ പ്രശ്നമില്ലാതെ പരിക്കേൽക്കാതെ ജോസ് കെ മാണിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചു. അതായത് ഒറ്റക്കെട്ടോടെ ഒരു നിലപാടെടുപ്പിക്കാൻ റോഷി അഗസ്റ്റിനെ പോലെയുള്ളവരുടെ നിലപാടുകൾ അതിൽ നിർണായകമായി. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ നേതാക്കൾ, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ അതിൽ വരും. അവരുടെ അഭിപ്രായങ്ങളാണ് നാളെ പറയാൻ പോകുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള കൂടുതൽ ആളുകൾ UDF-നൊപ്പം പോകണമെന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് കൂടുതൽ ചർച്ചകളിലേക്ക്. ടോബി, നാളെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഈ മുന്നണി മാറ്റം എന്നതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം. അപ്പോഴത് റീഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു ചർച്ച നാളെ നടക്കുമോ? വിജയകുമാർ, നാളത്തെ അജണ്ടയിൽ ഏറ്റവും പ്രധാനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ജോസ് കെ മാണി ഒരുപക്ഷെ നേരത്തെ തന്നെ ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ നേതാക്കളോട് ഇങ്ങനെ നമ്മളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് ചർച്ച പോകണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ വരാതിരിക്കുകയുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും LDF-നൊപ്പം നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാടുകൾ നേതാക്കൾ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും സഭയടക്കം ഇടപെടുന്നത് താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ടാണെന്ന് നേരത്തെ തന്നെ ജോസ് കെ മാണി അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയും ഭാവി എന്ത് എന്നുള്ളത് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയെ തന്നെ വിമർശിക്കുന്ന തരത്തിലേക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശത്തിലെ കാര്യങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഈ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ആ നിലപാട് പ്രഖ്യാപനം ഒരു ദിവസം മുൻപ് നടത്തിയത് പോലും ഇതുകൊണ്ടാകാനുള്ള ഈ. ശരി ടോബി, എന്തായാലും നാളെ വീണ്ടും ആ യോഗത്തിന് കുറെ കൂടി രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ എന്തായിരിക്കും അംഗങ്ങളുടെ പ്രതികരണം? മുന്നണി മാറ്റം എന്ന ആവശ്യം ചില കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് മേൽക്കൈ കിട്ടുമോ എന്നൊക്കെ നാളെ അറിയാം. രാവിലെ ഏതാണ്ട് 11 മണിക്ക് തുടങ്ങുന്ന യോഗം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. വളരെ വിശദമായ ചർച്ചകളാണ് നാളത്തെ യോഗത്തിൽ കേരള കോൺഗ്രസ് എം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ മുന്നണി മാറ്റവും ഉൾപ്പെടുമോ എന്നത് നാളെ മാത്രമേ അറിയൂ. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.